ഇന്ന് നമ്മൾ കറ്റാർവാഴ നടാൻ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറ്റാർവാഴയ്ക്ക് കൂടുതൽ പരിചരണം ഒന്നും വേണ്ട. പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു സമയമുണ്ടായിരുന്നു. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയും പിന്നെന്താണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ്. അന്നൊക്കെ പൊന്നുപോലെ കൊണ്ട് നട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും പിടിച്ചിട്ടില്ല, സത്യമായിട്ടും പിടിച്ചിട്ടില്ല. പിന്നീട് ഞാനൊരു സ്ഥലത്തു നിന്ന് കറ്റാർവാഴ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം അതിനെ വലിയ കാര്യമായിട്ട് ഞാൻ നോക്കിയില്ല. നമ്മുടെ സാധാ പോട്ടി മിക്സ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, അങ്ങനെ അത് പിടിച്ച് നല്ല ഗ്രോത്തായി. അതിനെ കൂടുതൽ നോക്കിയില്ല. ആ ഒരു തിരക്ക് കാരണം അതിനെ കൂടുതൽ പരിചരിച്ചില്ല. കൊണ്ട് നട്ടു, വെള്ളം പോലും ഒഴിക്കാൻ പോയിട്ടില്ല. പിന്നീട് ചെന്ന് നോക്കിയപ്പം അതിൽ പല മുളകളൊക്കെ പൊട്ടി നിൽക്കുന്നതാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കറ്റാർവാഴയ്ക്ക് കൂടുതൽ പരിചരണം വേണ്ട. നമ്മളതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുമ്പോഴാണ് വളരാത്തത്. കൂടുതൽ വെള്ളം വേണ്ട, അങ്ങനെയുള്ളൊരു ചെടിയാണ്. വെള്ളം വേണ്ട. പിന്നെ അതിന് ആദ്യം കൊടുക്കുന്ന ആ ഒരു പോട്ടി മിക്സാണ് ആദ്യം നമ്മൾ നടുന്ന രീതിയിലിരിക്കും. ആദ്യം നല്ല രീതിക്കാണ് നടുന്നതെങ്കിൽ പിന്നെ അത് നല്ല അടിപൊളിയായിട്ട് കയറിക്കോളും. നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് നട്ടു നോക്ക്, കറ്റാർവാഴ എന്തായാലും വീട്ടിൽ പിടിക്കും. എന്നും പറഞ്ഞാൽ ആ പരിസരത്തോട്ട് പോവാതിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. ആദ്യം കൊണ്ട് നട്ടിരുന്ന ആ ഒരു തൈയാണ്. ഇതിൽ നിന്നാണ് കൂടുതലും തൈകൾ ഉണ്ടാക്കി നമ്മളെടുത്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മണ്ണില്ലെങ്കിൽ പോലും നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വേണം നടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രം നട്ടാൽ മതി. ഇതാണെങ്കിൽ മണ്ണ് പോലും ഇല്ലാതെ നിന്നിരുന്നതാണ്, പക്ഷെ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് തഴച്ച് കയറി. ഈ ടെറസിലൊക്കെ വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വെച്ചൊന്ന് നോക്കുക. നല്ല ഗ്രോത്ത് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ മണ്ണിലാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇത് വെയിലില്ലാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് നല്ല ഗ്രോത്ത് ഒന്നും ഇല്ല അതിന്, നീണ്ടു പോകും. പക്ഷേ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ വളരും കേട്ടോ. ഇതാണെങ്കിൽ മുളകിൻ്റെ തൈ വീണ് കിളുത്തിരിക്കുകയാണ് കറ്റാർവാഴ വെച്ചതിൻ്റെ അകത്ത്. പിന്നെ അതിനിപ്പം വെയിലൊന്നും അധികം അടിക്കുന്നില്ല. ഇതാണെങ്കിൽ പാറപ്പൊടിക്കകത്ത് നിൽക്കുന്ന ഒരു കറ്റാർവാഴ, പക്ഷേ വെയിൽ നല്ല മാതിരി ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്. ഇതും നമ്മൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്, അതിനും മുള പൊട്ടി വരുന്നുണ്ട്. കറ്റാർവാഴ നമ്മൾ എടുക്കുമ്പം ഇച്ചിരും കൂടെ ചെറിയ തൈ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഇതെടുക്കുകയാണ്. ഇതിനേക്കാളിലും കുറച്ചും കൂടെ ചെറുതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി സമയമുള്ളപ്പം വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ്, പിന്നെ കുറച്ച് ചാരവും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത് കാണുന്നത്. നമ്മുടെ കയ്യിൽ എന്ത് തരം വളം ഉണ്ടെങ്കിലും അത് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ അടിയിൽ കുറച്ച് കരിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കരിയില ഇല്ലാത്തൊരു കളിയില്ല എനിക്ക്, അപ്പം പിന്നെ കരിയില ചേർക്കും കേട്ടോ. പിന്നെ ഇതുപോലൊക്കെ ഒരുപാട് താത്ത് വെക്കരുത് കറ്റാർവാഴ നടുമ്പോൾ. ഇച്ചിരി പൊക്കത്തി വേണം നടാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ഇലകളെല്ലാം അഴുകിപ്പോവും. പിന്നെ അഴുകിപ്പോയ ഇലയുണ്ടെങ്കിലും നമ്മളത് മുറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളത് കുഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ നടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ കീഴിൽ വെച്ചേക്കോ ഒരാഴ്ച. പിന്നീട് നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. ഇതുപോലെ താത്ത് വേണം മണ്ണ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇലയുടെ താഴെ വേണം മണ്ണ് നിൽക്കാൻ. അങ്ങനെ വേണം കുഴിച്ച് വെക്കാൻ. ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ.